8 ചെറുതുകളുടെ സമാഹാരമാണ് അഖിൽ കെയുടെ നീലച്ചടയൻ. ഇത് 2023 കേരള സാഹിത്യ അക്കാദമിയുടെ ചെറുകഥയ്ക്കുള്ള ഗീതാഹിരണ്യൻ എൻഡോമെൻ്റ് നേടിയ കൃതിയാണ്. അഖിലിൻ്റെ നീലച്ചടയൻ ഞാൻ ഈ പുസ്തകം വായിച്ചു. അപ്പം തീർച്ചയായിട്ടും തെയ്യത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള എഴുത്തുകാരനാണ്. എഴുത്തിൽ തെയ്യമുണ്ടാവും, അനുബന്ധ കഥകളുണ്ടാവും. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, അഖിൽ ഈ പുസ്തകത്തിൽ പറയുന്നത് അഖിൽ ചെയ്യുന്നത് ഡ്രൈവർ ജോലിയാണെന്നാണ് പറയുന്നത്. അപ്പം ഒരു ജോലിയിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ എഴുത്തിൽ ഫലപ്രദമായി ചേർക്കാമെന്നുള്ളത് ഈ പുസ്തകം വായിക്കാൻ മനസ്സിലായി. കാരണം അഖിൽ എഴുതിയിരിക്കുന്ന കഥകളിൽ ജോലിയിൽ നിന്ന് വളരെ സെലക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിനെ തൊടുന്ന കഥകൾ ഈ സമാഹാരത്തിലേക്ക് എടുത്തിട്ടുണ്ട്. തീർച്ചയായും വായിക്കണം. അതുപോലെ തന്നെ ഈ പുസ്തകം അതിൻ്റെ യാത്ര തുടങ്ങിയതൊക്കെ കൃത്യമായിട്ട് അഖിൽ ആദ്യം പറയുന്നുണ്ട്. അതിൽ ഒരു വരി വായിച്ചപ്പോൾ വളരെ വിഷമം തോന്നി. അതിങ്ങനെയാണ്: ഈ സമാഹാരത്തിലെ കഥകൾ പലതും അയച്ചു കൊടുത്തപ്പോൾ ആഴ്ചപ്പതിപ്പുകളും തമോഗർത്തങ്ങളുടെ പണിയാണ് എടുത്തത്. ജീവിതമെന്നാൽ നിറം പിടിപ്പിച്ച കാത്തിരിപ്പുകളുടെ ഒരു മാറ്റപ്പേര് മാത്രമാണെന്ന് ഞാൻ ആ കാലങ്ങളിൽ കരുതിയിരുന്നു. വാരികൾ മിസ് ചെയ്ത കഥകളാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് മിസ്സായ കഥയും, ഒരു കഥ പോലും മിസ് ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ല സമാഹാരം. തീർച്ചയായും വായന ഇഷ്ടപ്പെടുന്ന എല്ലാവരും വാങ്ങണം, വായിക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിത് റെഫർ ചെയ്യുന്നത്. നന്ദി.